നമസ്കാരം. നമ്മൾ കാണുന്ന വീഡിയോ ഇപ്പോൾ വളരെ വൈറൽ ആയിരിക്കുകയാണ്. വിശ്വാസികൾ പറയുന്നത് ഭഗവതിയുടെ ചൈതന്യം ശരീരത്തിൽ വന്നതാണെന്നാണ്. എന്നാൽ നിരീശ്വരവാദികളായ അന്ധവിശ്വാസികൾ പറയുന്നു ഇത് അവരുടെ അഭിനയമാണെന്നും സ്ഥിരമായി പറയുന്നത് പോലെ ചില ഹോർമോണുകളുടെ പേരും അവർ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നതെന്ന് നോക്കാം. പ്രപഞ്ചശക്തിയുടെ നിരന്തരമായ സ്പന്ദനത്തിന് കാരണമായ ഊർജത്തെയാണ് സനാതനധർമ്മത്തിൽ പരാശക്തി എന്ന് കാവ്യാത്മകമായി പറയുന്നത്. പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഊർജത്തിന്റെ വൈബ്രേഷൻ അനുഭവിക്കാൻ കഴിയും. ഈ ക്ഷേത്ര പരിസരം അതുപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഒരു മനുഷ്യന് അത് അനുഭവപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും അതേ ഫ്രീക്വൻസിയിൽ മാച്ചായി വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പരാശക്തി എനർജിയുടെ ഒരു അംശം തന്നെയാണ് എല്ലാവരുടെയും മൂലാധാര ചക്രയിൽ അടങ്ങിയിരിക്കുന്ന കുണ്ടലിനി എനർജി. അത് ഒരു ബയോ ഇലക്ട്രിക്കൽ എനർജിയാണ്. നമ്മുടെ ആത്മീയതയുടെയും കർമ്മങ്ങളുടെയും തലമനുസരിച്ചായിരിക്കും ഈ എനർജിയുടെ പ്രവർത്തനം. മുൻ ജന്മങ്ങളിലെ ആത്മീയ തലത്തിനനുസരിച്ച് ചിലരിൽ ഇത് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകാറുണ്ട്. അത് ചിലപ്പോൾ ഇതുപോലെയുള്ള മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ആകാം. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അവിടെയുള്ള എനർജി സ്വീകരിച്ച് നമ്മളുടെ കുണ്ടലിനി എനർജിയെ ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോയി പരാതി പറയുവാൻ വേണ്ടി മാത്രമാണ് ചെല്ലുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ആ വിദേശ വനിത ഈ എനർജി ഫീൽഡിൽ എത്തിയപ്പോൾ അവരുടെ കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ആവുകയാണ് ഉണ്ടായത്. അവരുടെ മുൻജന്മങ്ങളിലെ സാധനയും ഇതിന് സഹായിച്ചിട്ടുണ്ടാകാം. കുണ്ടലിനി എനർജി ആക്ടിവേറ്റ് ആയാൽ അത് നമ്മളുടെ നാഡികളിലൂടെ പ്രവഹിക്കും. അത് കടന്നുപോകുന്ന നാഡീ കേന്ദ്രങ്ങളിലെല്ലാം വൈബ്രേഷൻ അനുഭവപ്പെടും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിനെ നമ്മൾ കാവ്യാത്മകമായി ദേവിയുടെ ചൈതന്യം എന്ന് പറയുന്നു. ഞാൻ ഇത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വച്ചിട്ടുള്ള അറിവുകളല്ല. നിരീശ്വരവാദികൾക്ക് ആരോ എന്നോ അച്ചടിച്ചു വച്ച വരികൾ കാണാതെ പഠിച്ച് വാചക കസർത്ത് നടത്തി ആശ്വസിക്കാം. സത്യം അറിയണമെങ്കിൽ ആ വഴിയിൽ സഞ്ചരിച്ച് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നന്ദി.